അപ്പോൾ ഇതാണ് നമ്മുടെ യമഹ ഫെസിനോൻ്റെ പുതിയ മോഡലാണ്. നമ്മൾ ഓൾറെഡി നിങ്ങൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് കീ തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഷോറൂമിൻ്റെ അവിടെ അത്രയ്ക്ക് സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്പറൊക്കെ കിട്ടിയിട്ടാണ് അവർ തരുള്ളൂ, ഫുൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് തരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്പറും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്ക് ഇവിടെ പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് DRL+ ഫുൾ LED വരുന്ന മോഡലാണ്. പിന്നെ മാറ്റ് ബ്ലാക്ക് പ്ലസ് ഗോൾഡ് നിങ്ങൾക്ക് സൈഡ് ഫുള്ള് കാണുന്നുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു മോഡലാണ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് ആപ്പ് ബേസ്ഡാണ്. നമ്മൾ ആരുടെ പേരിലാണ് കൊടുക്കുന്നത് ആളുടെ ഫോണിലാണ് സപ്പോർട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ എല്ലാത്തിനും പറ്റില്ല. പിന്നെ UBS വരുന്നുണ്ട്, അതായത് യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റം. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ സാധ്യതയാണ് കേട്ടോ, നമുക്ക് LED എന്നല്ല. പിന്നെ അവരുടെ യമഹയുടെ ബ്ലൂ കോർ ടെക്നോളജി ഹൈബ്രിഡ് മോഡലാണത്. ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് ആയിരിക്കും. അപ്പോൾ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ഹോണ്ടയുടെ ഗ്രാസിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും കുറിച്ച് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ പോയി കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇത് ഫെസിനോ എസ് കൂടെ നിങ്ങൾക്ക് സൈഡിൽ കാണാം, അതിൻ്റെ ലോഗോ. പിന്നെ ഈ ഗോൾഡൻ കളർ സ്റ്റിക്കറും കാണാം. ബാക്ക് ഒരു വെറൈറ്റി ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ പിന്നെ നീണ്ടിരിക്കുന്ന ടൈപ്പ് ബാക്കാണ്. പക്ഷേ അതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ ബാക്കിലത്തെ നമ്പർ കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുഴപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ അതിൻ്റെ ഈ സൈഡ് നിങ്ങൾക്ക് അതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കാണാം. പിന്നെ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മീറ്റർ കൺസോളൊക്കെ എങ്ങനെയാണ് വരുന്നത് കേട്ടോ. മീറ്റർ കൺസോൾ ഞാൻ അത് ഓണാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വെയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈബ്രിഡിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ഓണാക്കുമ്പോൾ ഓഫാക്കുകയും ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ് മോഡ് ഉണ്ട്, പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഉണ്ട്, ASSൻ്റെ ഉണ്ട്. അതായത് ഈ ഹൈബ്രിഡിൻ്റെ ഒരു തന്നെയാണ്. നമുക്ക് അക്സലറേഷൻ അസിസ്റ്റൻറ്റ് വരുന്നതാണ് ഹൈബ്രിഡിൻ്റെ. ഇക്കോ മോഡ് വരുന്നുണ്ട്, ഒരു ലൈറ്റ്. പിന്നെ നമുക്ക് എൻജിൻ്റെ മാൾ ഫംഗ്ഷൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ പെട്രോളിൻ്റെ വരുന്നുണ്ട്, നമ്മുടെ കിലോമീറ്റർ, പിന്നെ ഓഡോമീറ്റർ. നമുക്ക് സ്വിച്ചാണ്, നമുക്ക് മാറ്റാൻ ട്രിപ്പ്. പക്ഷേ ഇതിൽ നമുക്ക് മൈലേജ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ, അതൊരു ഡ്രോബാക്കാണ്. മൈലേജ് നമുക്ക് നമ്മുടെ ഗ്രേസിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, അതിൽ ഡിസ്പ്ലേ തന്നെ കാണിക്കും. അപ്പോൾ ഞാനത് ഓണാക്കി കാണിച്ചു തരാം. ബ്രേക്ക് അമർത്തിയിട്ട് വേണം ഓണാക്കാൻ. എന്താ ഓണാക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കുറവ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സൗണ്ട്, എഞ്ചിൻ്റെ സൗണ്ട് വരുന്നത് കേട്ടോ. താഴായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് സിംഗിൾ ഡിസ്ക്കാണ് വരുന്നത്. സൗണ്ട് ഒന്ന് കേട്ടോളൂ കേട്ടോ. സൗണ്ട് ഒന്ന് കുറവ് തന്നെയാണ്, സൗണ്ട് കുറവ് തന്നെയുള്ളൂ. നമ്മുടെ ഇതായിട്ട് കമ്പയർ ചെയ്താൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ സ്വിച്ച് നമുക്ക് ഗ്രേഡ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് DRലും എന്താ പറയുക ഹെഡ്ലൈറ്റും ഓണാക്കാനോ ഓഫാക്കാനുള്ള ബട്ടൺ കിട്ടും. അതായത് നിങ്ങൾക്ക് അറ്റ് എ ടൈം ഇതിൽ എങ്ങനെ ഒരെണ്ണം മാത്രം ഓണാക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് DRൽ അല്ലെങ്കിൽ
എന്താ പറയുക, അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ 2 കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈറ്റ് കിട്ടിയാൽ. പിന്നെ ലൈറ്റ് റെസ്പോൺസ് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഓണാക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം. നോക്കാം, അത് ഓണാക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ DRLൻ്റെ റെസ്പോൺസ് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് DRL വരിക. ഞാൻ ആ സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇതാണ് ഹെഡ് ലൈറ്റ്. കണ്ടോ, DRL ഓഫായി. DRL ഓഫ് ചെയ്തിട്ട് ഹെഡ് ലൈറ്റ് മാത്രമാക്കി. അതൊരു ഡ്രോബാക്കാണ്. ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇത് LED മോഡലാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഗാർഡ് അവരുടെ ഷോറൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ബ്ലാക്ക് വെക്കാറുണ്ട്, പക്ഷേ അവിടെ ബ്ലാക്ക് അവൈലബിൾ ഉണ്ടാകുന്നില്ല. പിന്നെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഹുക്കുണ്ട്. പിന്നെ ഫാസിനോൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് കാർബൺ ഫൈബർ ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇത് നമുക്ക് തുറക്കണമെങ്കിൽ ഇത് ഈ സൈഡിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ എന്താ പറയുക, സീറ്റ് തുറക്കാം. സീറ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ചും കൂടിയും എന്താ പറയുക, കപ്പാസിറ്റി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ഹോണ്ട ഗ്രേസിയനെക്കാട്ടും. അപ്പോൾ അവർ തന്നേക്കുന്ന ഹെൽമെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോണ്ടനാട്ടും ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ക്വാളിറ്റിയും ലൈറ്റ് വെയിറ്റൊക്കെ ഉള്ളൊരു സംഭവമാണ്. സ്റ്റീൽ ബേർഡിൻ്റെ ആണ്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. പിന്നെ ഇത് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കുള്ള അതിൻ്റെ ഡിവൈസിൻ്റെ ആണ്. പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ. പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക്, വേറൊരു കോൺ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ പമ്പ് ഇതിൻ്റെ ഉള്ളത് തന്നെയാണ്. പഴയ മോഡലാണ്. അപ്പോൾ നമുക്കിത് സീറ്റ് പൊന്തിക്കാണ്ട് പെട്രോൾ അടിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടു, ബാക്കിയൊക്കെ നോർമലി പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്ക് സൈഡിൽ നമുക്ക് വരുന്നത് നോർമൽ ലൈറ്റ് തന്നെയാണ് വരുന്നത്. LED അല്ല വരുന്നത്. കണ്ടു, ഇത് നോർമൽ ലൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ലുക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ മൈലേജൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പോരാത്തതിന് ആക്ച്വലി മൈലേജ് നമുക്കിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ 125cc എഞ്ചിനാണ്. അപ്പോൾ എന്തായാലും ഒരു 50ന് മുകളിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഒരു മിനിമം ഒരു മാസമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഞാനതൊരു ഇനീഷ്യൽ റിവ്യൂ പോലെ നമുക്ക് എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഫെസിനോ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ മോഡൽ എടുക്കുമായിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ കിട്ടുന്നത് ഇതിലാണ്. പിന്നെ എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ മീറ്റർ കൺസോൾ കുറച്ചും കൂടി ശരിയാക്കണമായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചും കൂടി വലുതാക്കായിരുന്നു. എന്താ വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മുടെ 2022 കഴിയാറായല്ലോ. എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തായിരുന്നു അവർക്ക്. ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. പിന്നെ ആ ഗോൾഡ് വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കുറേ പേർക്ക് ഗോൾഡും ബ്ലാക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഡിപ്പെൻസ് ആണ്. ബാക്കിയൊക്കെ ഓരോ കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം, ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടത് ഒരു അട്രോ ഡിസൈനാണല്ലോ സംഭവം ഇത്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടും, കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്ത് എന്താ പറയുക അറിയിക്കട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.